ജെഇഇ റാങ്ക് ലിസ്റ്റ് പ്രകാരം പല വിദ്യാർത്ഥികൾക്കും കേരളത്തിനു പുറത്തുള്ള NIT-കളിൽ സീറ്റ് ലഭിച്ചിരുന്നു. വാർഷിക ഫീസായി ലക്ഷങ്ങൾ നൽകിയാണ് ഇവർ പ്രവേശനം നേടിയത്. കീം പ്രവേശന പരീക്ഷയുടെ ആദ്യ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കാനുള്ള അവസരം തുറന്നു. ഇതോടെ പലരും NIT-കളിലെ സീറ്റ് ക്യാൻസൽ ചെയ്തു. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്നു. നമ്മൾ 5.5 ലക്ഷം രൂപ ഇവിടെ ഫീസ് അടിച്ചൊരു കൊല്ലത്തേക്ക്. അപ്പോഴാണ് കീമിൻ്റെ റിസൾട്ട് വരുന്നത്. കീമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിലെ 1-2 പ്രധാനപ്പെട്ട കോളേജുകളിൽ കിട്ടുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ സീറ്റ് ഒഴിവാക്കി ഡിസ്കണ്ടിന്യൂഷൻ കൊടുത്ത് അവിടുന്ന് ഫീസ് തിരിച്ചു കൊടുക്കാനുള്ള റിക്വസ്റ്റ് കൊടുത്ത് തിരിച്ചു വന്ന് തിങ്കളാഴ്ച വന്നപ്പോഴാണ് അതും നമ്മൾ കീമിൻ്റെ റിസൾട്ട് വന്ന് ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ പോയിട്ട് സീറ്റ് ക്യാൻസൽ ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇതും ക്യാൻസലായി. അപ്പോൾ ഈ കുട്ടികളുടെ ഫലത്തിൽ എന്തായി, പിന്നെ എവിടെയല്ലാത്ത രൂപത്തിലേക്കായി. റാങ്ക് പട്ടിക വീണ്ടും വന്നപ്പോൾ പലരും പിന്നിലായി. എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവർ ഒരു 6-8 മാസം വേറെ ഒരു ചിന്തയില്ലാതെ പഠിച്ചിട്ടാണ് ഈ മാർക്ക് വാങ്ങി ലിസ്റ്റിലേക്ക് വരുന്നത്. ആ കുട്ടികളെ ജീവിതം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വലിയ പ്രതിസന്ധിയിലായി. അതുണ്ടാക്കുന്നൊരു കുട്ടികളെ മാനസികമായി ഉണ്ടാകുന്ന പ്രയാസം, ഇവരിനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ പോലുള്ള പ്രയാസമാണ് നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. അവസാന മണിക്കൂറുകളിൽ സർക്കാർ നടത്തിയ നീക്കം ആയിരക്കണക്കിന് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയുമാണ് പ്രതിസന്ധിയിലാക്കിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.